ഹായ് ഡിയേഴ്സ്, ലൈല നസീമാണ്. 2026 ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം. ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട A to Z ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വോയിസിൽ പറയുകയാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. A to Z എന്ന് പറഞ്ഞ സത്യമാണ് കേട്ടോ. ABCD ഇങ്ങനെ Z വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. A for affirmations. ഡെയിലി നിങ്ങൾ നിങ്ങളോട് തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് പറയാം. ഒരിക്കലും നെഗറ്റീവ് പറയരുത്. കാരണം നെഗറ്റീവ് ഓൾറെഡി അവിടെ ഇംപ്രിന്റ് ആയിട്ടുണ്ട്. നമ്മൾ കൊടുക്കേണ്ടത് ഡെലിബറേറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് ആണ്. നെക്സ്റ്റ്, B for ബുക്ക് റീഡിങ്. പറ്റുന്ന, അതായത് നമ്മളുടേതായ ഇൻട്രസ്റ്റിൽ പെടുന്ന കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മളെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സംഭവമാണ് ബുക്ക് റീഡിങ്. C for catharsis. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഈ കുറച്ച് മണിക്കൂറുകൾ ബാക്കിയില്ലേ, ഒന്ന് സ്വന്തത്തിന്റെ കൂടെ ഇരുന്നിട്ട് എല്ലാ ഇമോഷൻസും ഒന്ന് എഴുതി വെക്കാം. കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലേ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങി പൊട്ടുന്നത്. എന്ത് ചെയ്യണം? അതൊക്കെ ഒന്ന് എഴുതിയിട്ട് അതങ്ങ് കത്തിച്ച് കളയാം. ഓക്കെ. D for ഡീപ് ബ്രീത്തിങ്. നന്നായിട്ട് ബ്രീത്ത് ചെയ്താൽ തന്നെ എത്രയോ അസുഖങ്ങൾ നമ്മളിൽ വരില്ല എന്നാണ്. അപ്പോൾ ട്രൈ ടു ടേക്ക് ഡീപ് ബ്രീത്തിങ്. E for എനർജി വാമ്പേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മൾ മാറി നിൽക്കുക. കാരണം അവർ നിൽക്കുന്നത് നമ്മളുടെ എനർജി സക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരുടെ അടുത്തേ പോകരുത്. H for ഹാപ്പി അവർ. എല്ലാ ദിവസവും നിങ്ങൾ സന്തോഷിക്കേണ്ട ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ കൂടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയോ എന്തിലാണോ നിങ്ങളുടെ സന്തോഷം ഉള്ളത് അവിടെ നിങ്ങൾ ആ സന്തോഷം കണ്ടെത്തുക. I for ഇൻവെസ്റ്റിംഗ്. അതായത് നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതിനൊരിക്കലും നമ്മൾ പിശുക്ക് കാണിക്കരുത്. കാരണം അവിടെയാണ് നമ്മളുടെ ഗ്രോത്ത് കിടക്കുന്നത്. J for ജേർണലിംഗ്. എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലായിട്ടും ഫോർഗീവ്നെസ് ജേർണലായിട്ടും അങ്ങനെ ഒരുപാട് ജേർണൽസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിൽ നല്ല മാറ്റം സംഭവിക്കും. K for നോ തൈ സെൽഫ്. അതായത് ഒരു മാസത്തിലോ അല്ലെങ്കിൽ 3 മാസത്തിലോ ഒരിക്കലെങ്കിലും നമ്മളുടെ കൂടെ ഇരുന്ന് നമ്മളിൽ എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നും നമ്മൾക്ക് എന്താ വേണ്ടതെന്നും നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മളെ മനസ്സിലാക്കുക. അതാണ് നോ തൈ സെൽഫ്. L for ലൈഫ് സ്റ്റൈൽ. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കരുത്. കാരണം ഈ ലൈഫ് നമുക്ക് അത്രയും വാല്യുബിൾ ആണ്. M for മൈൻഡ്ഫുൾനെസ്. കാരണം ഇത് നമ്മൾ എപ്പോഴുള്ളൊരു പ്രശ്നമാണ്. നമ്മളെ പാസ്റ്റിലേക്കുള്ള വിഷമങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുക, ഫ്യൂച്ചറിലേക്കുള്ള ആൻസൈറ്റി ഇങ്ങനെ കൊണ്ടു നടക്കുക. ഇൻസ്റ്റഡ് നമുക്ക് ഇന്ന് എന്താ ഉള്ളത് അതിൽ സന്തോഷം കണ്ടെത്തിയിട്ട് ജീവിക്കാൻ നോക്കുക. N for നേച്ചർ. അതായത് നമ്മളെ നേച്ചറിന്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു വൈബ്രേഷണൽ ഫീല് വേറെയാണ്. ജസ്റ്റ് ഒന്ന് മൂവ് ഔട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. കാരണം ഞാൻ അതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഒരുപാട് ടയർഡായ സമയത്ത് ഐ വാസ് ലൈക്ക് തിങ്കിങ്, യെസ് എനിക്കെന്തോ വയ്യ, തീരെ വയ്യ. പക്ഷെ ഒന്ന് പുറത്തിറങ്ങി ആ വെയിലങ്ങ് കൊണ്ടപ്പോൾ ഓ മൈ ഗോഡ്, ഐ വാസ് ഫീലിംഗ് സോ എനർജറ്റിക്. അപ്പോഴെനിക്ക് മനസ്സിലായത് നേച്ചർ ഒരു വലിയ സംഭവമാണല്ലേ. അടുത്തതാണ് ഔട്ടിങ്. ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വർക്ക് അങ്ങനെ ആക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. P for പ്രാണായാമ. പ്രാണായാമ ടെക്നിക്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും. Q for ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡെയിലി നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്നത് തന്നെ അല്ലേ. അപ്പോൾ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിക്കണം. R for റിഫ്ലക്ഷൻ. എന്ത് ചെയ്യണം? നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി, അത് മുന്നോട്ട് തന്നെയല്ലേ ഞാൻ പോകാൻ വിചാരിച്ച സ്ഥലത്തേക്ക് തന്നെയല്ലേ ഞാൻ എത്തുന്നത്, എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്ര ദൂരത്താണ് ഉള്ളത്, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്ന. ഓക്കെ, ദാറ്റ് ഈസ് റിഫ്ലക്ഷൻ.
എസ് ഫോർ സൺ ബാത്തിങ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡെയിലി കുറച്ച് നേരമെങ്കിലും വെയിലത്ത്, അതായത് കഠിനമായ വെയിലല്ല, നോർമൽ വെയിലത്തൊക്കെ നിൽക്കുന്നത് നമ്മളുടെ വിറ്റാമിൻ ഡിക്കായാലും എനർജറ്റിക്കായാലും പിന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്കായാലും എല്ലാത്തിനും വേണ്ട ഒരു കാര്യമാണ്. T for touch palms. അതായത് നമ്മൾ അക്യുപഞ്ചറിസ്റ്റൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും, നമ്മളെ പാംസിൽ കുറേ നെർവ്സാണ് നമ്മളുടെ ശരീരത്തിലെ ഒരുപാട് ഓർഗൻസിലേക്കുള്ള ടച്ച് പോയിന്റ്സ് അല്ലേ. അപ്പം നമുക്ക് ഇതൊന്നും അറിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഡെയിലി നിങ്ങൾ കുറച്ച് നേരങ്ങളും കണ്ടെത്താൻ നന്നായി ക്ലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കുട്ടികളൊക്കെ എന്താ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്നറിയോ, അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യും. അപ്പം നമ്മളും ഡെയിലി ഒരു സമയം കണ്ടെത്താം ക്ലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിക്കോസ് ദാറ്റ് വിൽ ഇംപ്രൂവ് അവർ ഓവറോൾ ഹെൽത്ത്. യു ഫോർ അൺലേൺ. അതായത് നമ്മളെപ്പോഴും പഠനം എന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ചെറുപ്പത്തിലെ ആവശ്യമില്ലാത്തത് പഠിച്ചു വെച്ചിട്ട് അതൊക്കെ വേണ്ടാത്തതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മായ്ച്ചു കളയാം. അതിനാണ് നമ്മൾ അൺലേൺ എന്ന് പറയുന്നത്. വി ഫോർ വിഷ്വലൈസേഷൻ. നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ പവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തും നേടിയെടുക്കാൻ പറ്റും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗോഡ് നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും കേട്ടോ. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഫീലിംഗ് ഉണ്ടാവണം. യെസ് എന്നുള്ള ആ ഫീലിംഗ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാപ്പൻ. W ഫോർ വാക്കിംഗ്. ഡെയിലി 5 മിനിറ്റ് നിങ്ങൾ വാക്ക് ചെയ്യാൻ ശ്രമിക്കുക. X ഫോർ ക്രോസ്. നമ്മളിങ്ങനെ തെറ്റിടില്ലേ, നോ, സ്റ്റോപ്പ്. യു ആർ ഗോയിങ് ടു സ്റ്റോപ്പ് ഓൾ യുവർ ബാഡ് ഹാബിറ്റ്സ്. Y ഫോർ യോഗ. ഡെയിലി കുറച്ചു നേരമെങ്കിലും നമ്മളെ ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് Z ഫോർ സെൻ. പീസ്ഫുള്ളായി കാമായി ഈ ഭൂമിയിൽ സന്തോഷത്തോടെ നിങ്ങൾക്കും സന്തോഷം ബാക്കിയുള്ളവർക്കും സന്തോഷം കൊടുക്കുന്ന രീതിയിൽ, സമാധാനം കൊടുക്കുന്ന രീതിയിൽ ജീവിക്കുക. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ഹാപ്പി ന്യൂ ഇയർ.